ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായിട്ടൊന്ന് ഇപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായി. നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ എന്നും തിരക്കിൻ്റെ കാലം തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് ഇതുണ്ടായത് കളവാലങ്കാരുണ്ടായത് പഴയ നന്തോദിക്കനാണ്. നന്നായിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണനാണ്. വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലും ഉണ്ട്. എന്നിട്ട് കാലൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് പനച്ച് നിൽക്കണ മാതിരിയൊക്കെ തന്നെയാണ്. ഓടക്കുഴൽ ഊതൊന്നല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ വളരെ വെണ്ണ ഉരുള കഴിക്കാൻ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ ആണ് നിൽക്കുന്നത്. പിന്നെ തൻ്റെ സ്ഥിരം സന്തത സഹചാരിയായ ആ പൊന്നോടക്കുഴലും ഉണ്ടല്ലോ. അപ്പോൾ യശോദാമ്മ നന്നായിട്ട് ഒരുക്കിയിട്ടങ്ങനെ, ഇനി കരയൊന്നും വേണ്ട, ഇനി ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും കേട്ടോ, ഇനി എവിടേക്കും പോകരുത്, ഇതാ കഴിക്കാൻ വെണ്ണ ഉരുളയും തരാം, ഓടക്കുഴലും തരാം, അതേമാതിരി പീലിയൊക്കെ ഇങ്ങനെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. 2-3 പീലിയൊക്കെ തലയിൽ ഇങ്ങനെ ചൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേ ആളവിടെ ഇരുന്നു കുറച്ച് നേരം. പിന്നെയും നീച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ മാലകളുണ്ട്. മാലകൾ എന്ന് നല്ലൊരു തുളസിമാല മാത്രമായിട്ടുണ്ട്. പിന്നെ താമരയുടെയും തുളസിയും പിന്നെ ഒരു വെളുത്ത പൂവൊക്കെ പാടെ കൂടിയിട്ടുള്ളൊരു ഉണ്ടമാലയും അങ്ങനെ ഉണ്ട്. പിന്നെ കഴുത്തിൽ നല്ല സ്വർണ്ണമാല ഉണ്ട്. അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്. പട്ടുകോണകം എടുത്ത പോലത്തെ ആ ഒരു ഇതുണ്ട്. കുറച്ച് നന്നായിട്ട് ഉടുത്തിട്ടൊക്കെ ഉണ്ട്. ഞൊറിഞ്ഞെടുത്ത് അരയിൽ അരമണിയുണ്ട്, കിങ്ങിണിയുണ്ട്. അതെല്ലാം ചൂടിയിട്ടാണ് നിൽക്കുന്നത്. വളരെ സന്തോഷമായിട്ട് അങ്ങനെ നിൽക്കണം. എന്താണെന്ന് അറിയില്ല, അത്രയും സന്തോഷത്തിലാണ്. വളരെ ആഹ്ലാദവാനായിട്ടാണ്. ഇപ്പം ഇന്നലെ കല്യാണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. ഭക്തരൊക്കെ വന്നിട്ട് തൊഴുതു. അപ്പം ഇന്നിപ്പോൾ ഈ പറഞ്ഞ മാതിരി പിന്നെ കഴിക്കാനാണെങ്കിൽ വെണ്ണൂരില കിട്ടിയപ്പോൾ ഇനി ഒന്നും നോക്കാനില്ലല്ലോ. വയറ് നിറയ്ക്കും ചെയ്തു. ഇനി ഭക്തർക്ക് ആർക്കാ വേണ്ടിച്ച തരാമെന്നുള്ള അവസ്ഥയിലാണ് ആ ഉരുള ഇങ്ങനെ കാണിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിൽ തരും കേട്ടോ. ആരാണോ അതിന് അർഹതപ്പെട്ടത്, ഭാഗ്യവാൻ, അവർക്ക് ആ വെണ്ണൂരില തരും. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, തരുമല്ലേന്നറിയില്ല. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവുക. അപ്പോൾ എന്നെ ശ്രവിക്കുന്നവരൊക്കെ ഇപ്പോൾ ഗുരുവായൂർക്ക് എത്തുക കേട്ടോ. ഗുരുവായൂരെത്തി നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി ആ വാതിൽ മാടം എത്തി. അപ്പോൾ അവിടെ നിന്ന് ഒന്നിങ്ങനെ നോക്കിയാൽ ആ തിരക്കിനിടയിലും എന്തിനായി 2-3 ആളൊക്കെ കയറുന്നത്, 2 ആൾ വെച്ചിട്ടാണ് കയറിപ്പോയാൽ നല്ല സുഖമായിട്ട് തൊഴാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അവിടെ നിന്ന് ഒന്നാണ് നോക്കുമ്പോൾ കാണുകയാണ് ആ തിരുരൂപം. അപ്പോൾ ഒന്നിങ്ങനെ ആ ഉണ്ണിക്കണ്ണനെ ഒന്നിങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ആ സൈഡിൽ കൂടെ തന്നെ നമ്മളിപ്പോൾ വലത് വശത്ത് കൂടെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ആ വലത് വശത്ത് കൂടെ വന്നാൽ മതി കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോപാനം വഴിയാണ് വിടണമെന്ന് വെച്ചാൽ അത് ഇടത് വശത്ത് കൂടെ വന്നാലും കുഴപ്പമില്ല. അതല്ല ഈ മണ്ഡപത്തിൻ്റെ അടുത്തുനിന്ന് കട്ട് ചെയ്ത് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ ആ വലത് വശത്ത് കൂടെ അങ്ങനെ വന്നിട്ട് നമ്മൾ തൊഴുകയാണ്. അപ്പോൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് നമുക്കൊരു കഷ്ടി 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റെങ്കിലും അവിടെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തൊഴുകയാണ്. ഉണ്ണിക്കണ്ണനെ നന്നായിട്ട് തൊഴാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് ആ പീലി തിരിമുടി കാണാനുണ്ട്. ആ വെണ്ണ ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയിട്ട് കഴിക്കാനുള്ളതും ആർക്കാണ് വേണ്ടത്, ഏത് ഭക്തനാണ് ഞാനിന്ന് വെണ്ണ തരേണ്ടത്, എത്ര ആൾക്ക് തരണം എന്നൊക്കെ മൂപ്പര് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പുഞ്ചിരിയും കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ഇത്രയൊക്കെ കിട്ടി, വയറ് നിറച്ച് കഴിക്കാനും കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കാണെങ്കിലും കൊടുക്കാമല്ലോ എന്നൊക്കെ ഉദ്ദേശത്തിലാണ്. അപ്പോൾ ദാനധർമ്മിയും കൂടിയാണ് ഇപ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പൻ ആർക്ക് വേണമെങ്കിലും എന്തും സഹായം ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി അവിടെ എത്തി, ആ സോപാനപ്പടിയിലെത്തി. നമുക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് ചോദിച്ചു നോക്കാം. ആർക്കൊക്കെ തരികയെന്നറിയില്ല, എന്തായാലും ചോദിച്ചു നോക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണു. നമുക്ക് എന്നും പ്രാർത്ഥിക്കാനുള്ളത് നമ്മളെ കഷ്ടങ്ങൾ മാറ്റണേ, അല്ലെങ്കിൽ അസുഖങ്ങൾ മാറ്റണേ, ഇതൊക്കെ അല്ലേ. അപ്പോൾ നമ്മളതിങ്ങനെ പ്രാർത്ഥിക്കുക. എന്താണോ നമ്മളെ ബുദ്ധിമുട്ടുകൾ അത് അവിടെ അങ്ങോട്ട് എത്തിക്കുക. അവിടെ എത്തിക്കുമ്പോൾ അദ്ദേഹം അതിനൊരു തീരുമാനം
ആക്കിത്തരും. എന്തായാലും നമുക്കതിൻ്റെ ഗുണം ഉണ്ടാവും. നമ്മളെ പ്രാർത്ഥന, ശരീരമല്ലേ നമുക്ക് അവിടെ എത്താൻ ബുദ്ധിമുട്ടുള്ളൂ, മനസ്സെന്തായാലും ആ സവിധത്തിലെത്താൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുന്ന ഏത് സമയത്തായാലും അതൊന്ന് നമ്മളവിടെയാണ്, ഗുരുവായൂരപ്പൻ്റെ അടുത്താണെന്ന് ചിന്തിക്കുക. ആ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുകയാണ്. തൊഴുതിട്ട് വേണമല്ലോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തു കൂടെ ഗണപതിനെയും പിന്നെ എന്താ പറയുക ആലിലൊക്കെ എന്താ പറയുക താമരക്കണ്ണനെയൊക്കെ കാണണ്ടേ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് തൊഴുതിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ആ തൊഴുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ആ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്ന ആളാണ്. വീണ്ടും വീണ്ടും നമ്മളെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാൻ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.